അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു റജബ് മാസത്തിൽ ഇൻഷാ അള്ളാഹ് ഇന്ന് റജബ് 20 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റജബ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അമൽ കാണുകയും ഈ ഒരു അമൽ ചെയ്യാൻ കഴിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ഒരുപാട് ഉമ്മമാർ കമൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, മോളെ എനിക്ക് ഒരുപാട് നാളായി ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് വിവാഹം അന്വേഷിക്കുന്നുണ്ട്, 5-6 വർഷമായി. പക്ഷേ ഇതുവരെ നല്ല സ്വാലിഹത്തായിട്ടുള്ള ഒരു ഇണയെ അവനക്ക് കിട്ടിയിട്ടില്ല. എവിടെയൊക്കെ ചെന്നാലും അത് മുടങ്ങിപ്പോവുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ഞാൻ കഴിയുന്ന അമലുകളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്, കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ സ്വാലിഹത്തായിട്ടുള്ള ഒരു കുട്ടിയെ കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉമ്മമാർ കമൻറ്റ് ചെയ്യാറുണ്ട്. ഇന്നത്തെ ഈ ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ നമ്മളുടെ മക്കൾക്ക് ഹൈറായിട്ടുള്ള സാലിഹായിട്ടുള്ള ഒരു ഇണയെ കിട്ടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ മകൻക്ക് നിങ്ങളുടെ സഹോദരൻക്ക് നല്ല സാലിഹത്തായിട്ടുള്ള ഹൈറായിട്ടുള്ള ഒരു കുട്ടിയെ കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ഒരു അമലിനെ നിയ്യത്താക്കിയിട്ട് ഈ രീതിയിൽ നിങ്ങൾ ചൊല്ലുക. ഇൻഷാ അള്ളാഹ് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഈ ഒരു അമലിൻ്റെ ഫലം നിങ്ങളുടെ കൺമുമ്പിൽ സാധിക്കും. ഇതിൻ്റെ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞാലുള്ളൂ ഇതിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമുക്കതിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാണുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കാരണം ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ ആർക്കെങ്കിലും ഈ ഒരു അമലിനെ എത്തിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഈ ഒരു കാര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. കാരണം നിങ്ങൾ ഇത്തരത്തിൽ ഷെയർ ചെയ്ത് കൊടുത്ത് അവർ ഈ ഒരു അമൽ ചെയ്ത് അവർക്കതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ വലിയൊരു പങ്ക് നന്മ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്കതിലേക്ക് കടക്കാം. ഒരുപാട് കമൻസ് ഈ ഇടയായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഒരു 1-2 മാസത്തോളമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് ഉമ്മമാർ ഇത്തരത്തിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഫലം കണ്ട ദുആ ആയതുകൊണ്ടാണ് ഈ ഒരു അമൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കാരണം. വിവാഹം അന്വേഷിക്കുന്നവർ ചെയ്യുക, സ്വയം ചെയ്യലാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്. പക്ഷേ അവർക്ക് സമയമില്ല, അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ മകൻക്ക് വേണ്ടിയിട്ട് ഉമ്മാക്ക് ചെയ്യാവുന്നതാണ്, ഉപ്പാക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സഹോദരിക്കും ഈ ഒരു അമലിനെ ചെയ്തു നോക്കാവുന്നതാണ്. ഇത് ചെയ്യലോടുകൂടെ നിങ്ങൾ പെണ്ണന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം എന്നുകൂടെ ഞാൻ ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് തടസ്സങ്ങൾ കൊണ്ട് ഇന്ന് നമ്മുടെ മക്കളുടെ വിവാഹം മുടങ്ങി പോകാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു അമൽ നിങ്ങൾ ചെയ്യേണ്ട സമയം എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലാണ് ഈ ഒരു അമലിനെ നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും ഹൈറായിട്ടുള്ള സമയം അല്ലെങ്കിൽ ഇശാഇന് ശേഷം, അതും അല്ലെങ്കിൽ സുബ്ഹ്ക്ക് ശേഷം. ആദ്യം തന്നെ നമ്മൾ ഒരു തവണ സൂറത്ത് യാസീന് ഓതുക. സൂറത്ത് യാസീന് ഒരു തവണ ഓതിയിട്ട് യൂസുഫ് നബിയുടെ പേരിൽ നമ്മൾ ആ ഒരു സൂറത്ത് യാസീനിനെ ഹദിയ ചെയ്യണം. യൂസുഫ് നബിയുടെ പേരിലാണ്. യൂസുഫ് നബിയുടെ പേരിൽ ഒരു തവണ യാസീൻ സൂറത്ത് ഓതിയിട്ട് നമ്മൾ ഹദിയ ചെയ്യണം. യാസീൻ ഓതുമ്പോൾ നല്ലൊരു ഇണയെ കിട്ടണം എന്ന നിയ്യത്തോടു കൂടെ നമ്മൾ ഈ ഒരു സൂറത്ത് യാസീനിനെ ഓതണം. ഓരോ യാസീനിലെ മുബീന് കഴിയുമ്പോഴും ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ദുആ ഉണ്ട്. ഞാനിപ്പോൾ ഒരു ദുആ പറയുമ്പോൾ ആ ഒരു ദുആയെ 3 തവണ ചൊല്ലണം. അല്ലാഹുമ്മ റിസ്ഖ്നി സൗജതൻ സ്വാലിഹതൻ തഖിയതൻ ഹനിയതൻ ബിഫളിക വജൂദിക വകറമിക യാ അർഹമർ റഹീമീൻ. ഈ ഒരു ദുആയെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഈ ഒരു ദുആയെ നമ്മൾ 3 തവണ ചൊല്ലണം. അയാളാണ് ഓതുന്നത്, അതായത് വരനാണ് ഓതുന്നതെങ്കിൽ ഈ രീതിയിലാണ് ഓതേണ്ടത്. അല്ലാഹുമ്മ റിസ്ഖ്നി സൗജതൻ സ്വാലിഹതൻ തഖിയതൻ ഹനിയതൻ ബിഫളിക വജൂദിക വകറമിക യാ അർഹമർ റഹീമീൻ എന്നാണ് ഓതേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. വരനാണ് ഓതുന്നതെങ്കിൽ, അല്ല ഇനി ഉമ്മയും ബാപ്പയും ആണ് ഈ ഒരു ദുആ ഓതുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അമൽ ചെയ്യുന്നതെങ്കിൽ അവർ ഓതേണ്ട രീതി അത് വ്യത്യസ്തമാണ്. അവിടെ ഒരു ഇത് വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുമ്മ റിസ്ഖ് ഇബ്നി, മകൻ്റെ പേര് മുഹമ്മദ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ ആ പേര് അവിടെ ചേർക്കുക. അല്ലാഹുമ്മ റിസ്ഖ് ഇബ്നി മുഹമ്മദൻ
സൗജത്തൻ സ്വാലിഹത്തൻ തഖിയത്തൻ ഹനിയത്തൻ ബിഫളിക വജൂദിക വകറമിക യാ അർഹമർ റാഹിമീൻ എന്നാണ് ചൊല്ലണത്. അല്ലാഹുമ്മ റിസ്ക് കഴിഞ്ഞ് ഇബ്നി എന്ന് ചേർക്കും വേണം. അതേപോലെ തന്നെ ആ കുട്ടിയുടെ പേര് അല്ലെങ്കിൽ ആ മകൻ്റെ പേര് എന്താണ് അതവിടെ ചേർക്കും വേണം. എന്നിട്ട് സൗജത്തൻ സ്വാലിഹത്തൻ എന്ന് പറഞ്ഞിട്ട് ഓതണം. ഞാനത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാനത് ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. ഇനി അല്ല, സഹോദരിയാണ് തൻ്റെ സഹോദരന് വേണ്ടിയിട്ട് ഈ ഒരു അമല് ചെയ്യുന്നത് എങ്കിൽ അല്ലാഹുമ്മ റിസ്ഖ് അഖി, ആ വരൻ്റെ പേര് അൻവർ അല്ലെങ്കിൽ റസാഖ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ പേരിനെ അവിടെ ചേർക്കുക. അതിനുശേഷം സൗജത്തൻ സാലിഹത്തൻ തഖിയത്തൻ എന്ന് പറഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ആ ഒരു ദുആ ഫിനിഷ് ചെയ്യുകയും ചെയ്യാം. അത് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. ഇൻഷാ അള്ളാ ഈ രീതിയിൽ നിങ്ങൾ ചൊല്ലുകയും അതേപോലെ തന്നെ നിങ്ങൾ വിവാഹം അന്വേഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കാണും എന്നുള്ളത് തീർച്ചയാണ്. അറബിയിൽ ഈ ഒരു അമലിനെ അല്ലെങ്കിൽ ഈ ഒരു ദുആയെ പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോ മുബീന് ശേഷവും നമുക്കറിയുന്ന മലയാളത്തിൽ നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ ഈ ഒരു അമലിനെ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക. ഉറപ്പായിട്ടും ഫലം കാണും എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളുടെ മക്കൾക്ക് ഹൈറായിട്ടുള്ള ഒരു വധുവിനെ, ഒരു ഇണയെ കിട്ടണം എന്ന് മനസ്സിൽ അതിയായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു നിയ്യത്തോടു കൂടെ നിങ്ങളത് ചൊല്ലിക്കോളി. ഈ ഒരു റജബിൻ്റെ പവിത്രമായിട്ടുള്ള മാസത്തിൽ ഈ ഒരു അമലിനെ കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആയെ, നിങ്ങളുടെ പ്രാർത്ഥനയെ ഒരിക്കലും തടസ്സപ്പെടുത്തി കളയൂല, മുടക്കി കളയൂല. അപ്പോൾ പടച്ചോൻ്റെ മുമ്പിലിരുന്ന് നല്ല നീയത്തോടു കൂടി ഈ ഒരു അമലിനെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. എൻ്റെ മകൻക്ക് നല്ലൊരു ഇണയെ വേണം, ഹൈറായിട്ടുള്ള സ്വാലിഹത്തായിട്ടുള്ള ഒരു കുട്ടിയെ കിട്ടണം എന്നുള്ള മനസ്സോടുകൂടെ ഈ ഒരു അമലിനെ ചെയ്യാം. നമ്മുടെ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള മനസ്സിന് മുമ്പിൽ പടച്ച തമ്പുരാൻ നമ്മളെ തളർത്തി കളയൂല ഇൻഷാ അള്ളാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇൻഷാ അള്ളാ നല്ലൊരു വിഷയമായിട്ട് കാണാം. ദുആ വസിയത്തോടു കൂടെ ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.